സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ, ഇന്ത്യയിലാകെ സ്ത്രീകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഇപ്പോൾ ബാനു കേസിൽ തന്നെ സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. ഈ തരത്തിൽ ഉള്ള ഒട്ടനവധി സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളമാകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീ സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് വന്ന് സ്ത്രീ സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ വരാൻ വേണ്ടി പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീ സംവരണം ഉറപ്പുവരുത്താൻ നിയമം പാസ്സാക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കേണ്ടതാണ്. അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ അർഹതപ്പെട്ട പദ്ധതി വിഹിതങ്ങൾ 65,000 കോടി രൂപ കേരളത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് വെട്ടിക്കുറച്ചുകൊണ്ട് നൽകുന്നത്. അതിൻ്റെ ഫലമായി കേരളത്തിലെ 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.